الذين جعلوا القرآن عضيا فوربك لنسألنهم أجمعين عما كانوا يعملون فاصدع بما تؤمر وأعرض عن المشركين إنا كفيناك المستهزئين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശരിയായി മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ജീവനേക്കാളും നമ്മെക്കാളും നമ്മൾ സ്നേഹിക്കുന്നതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്ന, അപഹസിക്കുന്ന, പരിഹസിക്കുന്ന ധാരാളം പോസ്റ്റുകളും ആശയങ്ങളും നിരന്തരമായി നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മളൊരു സാമാന്യമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മതസമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു മഹാത്മാവിനെ, മറ്റുള്ളവർ അതിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിലും അവർ പരിഹസിക്കുക, അപഹസിക്കുക, ചീത്ത വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? അവർക്ക് എന്ത് ധാർമ്മികത പറയുവാനാണ് അവർക്ക് അവകാശമുള്ളത്? നമ്മുടെ സ്വന്തം പിതാവിനെ മറ്റൊരാൾ ചീത്ത വിളിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, അപഹസിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ അത് കേട്ടു നിൽക്കാൻ ഒരു മകൻ എന്ന നിലക്ക് നമുക്ക് എങ്ങനെ കഴിയും? അങ്ങനെ കഴിയൂലെങ്കിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ, സർവ്വ മനുഷ്യരെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് എങ്ങനെ നമുക്ക് സഹിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഗൗരവമായ കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളുടെയും മനസ്സിനെ അത്യധികമായി വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ വേദനകളെ ഒട്ടും മനസ്സിലാക്കാത്ത, യാതൊരു മാനവികതയുമില്ലാത്ത ആളുകളാണ് സത്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കുവാനും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനും നമ്മുടെ മക്കൾക്കും പുതിയ തലമുറക്കും നമ്മൾ പകർന്നു കൊടുക്കുവാനും ചില ആശയങ്ങൾ ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ വരേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരസ്യമായിട്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞത്. പ്രവാചകനെ നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വന്ന സമൂഹത്തിന്റെ മുന്നിൽ പച്ചയായിക്കൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്നാണ്. മഹനീയമായ സ്വഭാവമാണ് താങ്കളുടേത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരസ്യമായി പറയും. എന്തെങ്കിലും സ്വഭാവപരമായ ഒരു ന്യൂനത പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് നബിയെ നേരിൽ കാണുന്ന, നബി വളർന്ന ആ സമൂഹത്തിൽപ്പെട്ട ഏറ്റവും കൊടിയ ശത്രുക്കൾ, പ്രവാചകനെ കൊല്ലാനും ഇസ്ലാം മതത്തെ തകർക്കാനും യുദ്ധം നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച ആളുകൾ പറയണ്ടേ, ഇന്ന സ്വഭാവങ്ങളൊക്കെ തകരാറുകളൊക്കെ ഉള്ള ആളുകളാണ് ഈ ആളുകൾ. ഇന്ന് ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങളും ഈ തകരാറുകളൊക്കെ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ ഈ വാക്ക് ഖുർആൻ പറയുമ്പോൾ അവർ ചോദ്യം ചെയ്യില്ലേ സുഹൃത്തുക്കളെ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രവാചകനെ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയായി പ്രഖ്യാപിക്കാന്ന്? മാത്രല്ല എത്ര വ്യക്തമായിട്ട് ഖുർആൻ പറഞ്ഞത്, ആ പ്രവാചകനെ സമ്പൂർണമായി മാതൃകയാക്കലാണ് ഒരു മനുഷ്യന്റെ മതത്തിന്റെ പൂർണ്ണത എന്നാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകകളുണ്ട്. എന്തെങ്കിലും ഒരു തകരാറ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത, ഏത് കാര്യത്തിലും ഏറ്റവും ഉത്തമമായ മാതൃക, ഒരു നിരുപാധികമായ അനുസരണമാണ് പ്രവാചകനെ വിശ്വാസികൾ അനുസരിക്കേണ്ടത്. ഒരു ഉപാധിയുമില്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്താലും അത് അതുപോലെ അള്ളാഹ് അങ്ങനെ നമുക്ക് പിൻപറ്റാൻ വേണ്ടി തന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തെങ്കിലും മനുഷ്യത്വത്തിനോ മാനവികതക്കോ അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾക്കോ നിരക്കാത്ത ഒന്നും ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കാൻ സത്യത്തിൽ ഇത് മാത്രം മതി. സഹോദരങ്ങൾ, എന്തൊക്കെയാണ് പ്രവാചകനെ കുറിച്ച് പറയുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ 40 കൊല്ലം വരെ നബി ആ സമൂഹത്തിലല്ലേ ജീവിച്ചത്? ഈ വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ അരാജകത്വത്തിനും അവസരമുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ എന്ത് തോന്യാസവും
ചെയ്യാൻ സാഹചര്യമുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ 40 വയസ്സ് വരെ ഒരു യുവാവായി ജീവിച്ചിട്ട് ആ 40 കൊല്ലത്തിലിടക്ക് ഒരു കളവ് പോലും പറഞ്ഞതായി തെളിയിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തെ പ്രവാചകത്വം കിട്ടി പ്രവാചകനായി ലോകത്തിന് മുഴുവൻ മാതൃകയായി ജീവിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പ്രവാചകന്റെ ജീവിതത്തിൽ ഉന്നയിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. സത്യത്തിൽ അന്നു ജീവിച്ചിരുന്ന ശത്രുക്കളായ ആളുകൾ പറഞ്ഞ ആരോപണങ്ങളിൽ ഇത് ഏതെങ്കിലും ഉണ്ടോ? ഇന്ന് ഈ ആളുകൾ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. അവരന്ന് പറഞ്ഞതിന് മുഴുവനും ഖുർആൻ മറുപടി പറയുന്നുണ്ട്. വഇൻ യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്ർ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. അദ്ദേഹം ഒരു ഭ്രാന്തനാണ്, നബിയെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറഞ്ഞു. അതായത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അമാനുഷികമായ വചനങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ ഇത് ശരിക്കുള്ള ബുദ്ധി എന്ന് വരൂല എന്നുള്ളതാണ് അവര് ഭ്രാന്തൻ എന്ന് പ്രവാചകനെ വിളിച്ചത്. നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യം കൊണ്ട് ആ പ്രവാചകൻ ഭ്രാന്തനല്ല എന്ന് ഖുർആൻ മറുപടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിഹിർ ബാധിച്ചവനാണെന്ന് റജുലം മസ്ഹൂറ വഖാലല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലം മസ്ഹൂറ. സിഹിർ ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ, മരണം ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. ഇത്തരം ആരോപണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തിത്വത്തിന്റെ ആ മഹത്വത്തെ കെടുത്തുന്ന ഒരാരോപണങ്ങളും ശത്രുക്കൾക്ക് പറയാൻ കഴിയാത്തത്. അത്രയും പരിശുദ്ധവും മാതൃകാപരമായിരുന്നു ആ വ്യക്തിത്വം എന്നാണ് പറയാൻ പറ്റുന്നത്. തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു തെളിവുകളും പ്രമാണവും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിലൊന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചാണ്. എപ്പോഴും പ്രവാചകനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇപ്പോഴത്തെ എല്ലാ നിരീശ്വരവാദികളും യുക്തിവാദികളും ഇസ്ലാം വിമർശകന്മാരും ഏറ്റവും പ്രധാനമായിട്ട് പറയും. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി അന്ത്യശ്വാസം വലിക്കുന്നത്, വഫാത്താകുന്നത്. ആ മടിയിൽ കിടന്നുകൊണ്ടാണ് വഫാത്താകുന്നത്. നിങ്ങൾ ആലോചിക്കുന്ന, ഈ ചെറുപ്പത്തിൽ ആ വിവാഹം ഒരു ശരിയായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലുപ്പത്തിൽ മനസ്സിലാവൂല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രായപൂർത്തിയാക്കി സമയമായി പ്രവാചകൻ വഫാത്താകുന്നത് വരെ ഏറ്റവും മനോഹരമായ, അതായത് ഏറ്റവും നല്ല ദമ്പതികൾക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ ജീവിച്ച ദാമ്പത്യത്തിലെ സ്നേഹത്തിന്റെ വൈകാരികമായ നിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ അനേകം ചരിത്രങ്ങൾ പ്രവാചകന്റെയും ആയിഷ റളിയല്ലാഹു ജീവിതത്തിലുണ്ട്. ആർത്തവകാരിയായിരിക്കും വീട്ടിലിരിക്കുമ്പോൾ പ്രവാചകൻ ആ പള്ളിയിൽ കിടന്നുകൊണ്ട് ആ മടിയിലേക്ക് തലവെച്ച് മുടിവാർന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു കുടിച്ച അതേ പാത്രത്തിൽ ആ ചുണ്ടുകൾ വെച്ചിടത്ത് ചുണ്ടുകൾ വെച്ചുകൊണ്ട് പാനം ചെയ്തതിനെ കുറിച്ച് ഹദീസിൽ പറയാൻ പറ്റും. എത്ര മാതൃകാപരമായിട്ടുള്ള ജീവിതമാണ്. അത്ര സന്തോഷത്തോടുകൂടെ ജീവിച്ചൊരു ജീവിതത്തെ കുറിച്ചാണ്, ആ വിവാഹത്തെ കുറിച്ചാണ് ഇന്ന് ആക്ഷേപങ്ങൾ പറയുന്നത്. എത്രമാത്രം വിരോധാഭാസമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ബനൂ ഖുറൈള യുദ്ധത്തിൽ കുറെ ആളുകളെ വധിച്ചു എന്നുള്ളത്. സത്യത്തിൽ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചെറിയൊരു ധാരണയെങ്കിലും ഉള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം പറയാൻ പറ്റില്ല. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ബനൂ ഖുറൈള എന്ന് പറയുന്നത് ഒരു ജൂത ഗോത്രമാണ്. മദീനയിൽ ഉണ്ടായത് ജൂത ഗോത്രമാണ്, ബനൂ നദീർ ഗോത്രത്തെ പോലെ. അപ്പൊ അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞ ഖന്തക്കിന്റെ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ പിന്നെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, മദീനയിൽ ജീവിക്കുന്ന പ്രവാചകനെയും സഹാബത്തിനെയും അവിടെ വെച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മദീനത്ത് പുറത്തുള്ള സർവ്വ ശത്രുക്കളും, ക്രിസ്ത്യാനികളിലും ജൂതന്മാരും ഖുറൈശും എല്ലാ ശത്രുക്കളും ഒന്നിച്ചു വരികയാണ്. അങ്ങനെ ഒന്നിച്ചു വരുമ്പോൾ എന്ത് ചെയ്തു, മദീനയിലുള്ള ആളുകൾ തമ്മിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാറുണ്ടാക്കി. എന്താണ് ആ കരാർ വെച്ചാൽ, മദീനത്ത് പുറത്തുന്ന ആൾക്കാർ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് അവരെ നേരിടണം. ആ കരാറിൽ ഒപ്പിട്ട ആൾക്കാരാണ് ഈ ബനൂ നദീറയും ബനൂ ഖുറൈളയും. പക്ഷെ അവരെന്ത് ചെയ്തു വരെങ്കിൽ, ഏറ്റവും വലിയ രാജ്യദ്രോഹം, ഏറ്റവും വലിയ ശിക്ഷ രാജ്യങ്ങൾ നൽകുക ആർക്കാ തരങ്ങൾ? ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അതിനെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹികൾക്കാണ് ഏറ്റവും കഠിനവും മാരകവുമായ മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക. ഇപ്പൊ ഇവരെ ഒറ്റിക്കൊടുത്തു. ഇവരെന്ത് ചെയ്തു? ഖുറൈശികൾ, മക്കയിൽ നിന്ന് വരുന്ന ഖുറൈശികളായ ആളുകളോടൊപ്പം ചേർന്ന് അവര് ഈ കരാറ് ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക്, മദീനത്തുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആലോചിക്കണം, അവർ ആ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്താണ് അറിയങ്ങള്? അത് ബനൂ നദീറിന്റെ തലവൻ ബനൂ ഖുറൈളക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒന്നിച്ച് ശത്രുക്കൾ വരുമ്പോ ഒന്ന് കൂടി കൊടുത്താൽ പിന്നെ ഇവിടെ ഇവരുണ്ടാവില്ല. പിന്നെ ഇവിടെ ഈ മുഹമ്മദും അവന്റെ ആളുകൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നമില്ലാന്ന്.
എന്നിട്ട് ഒന്നിച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് സന്ധി ചെയ്ത ആളുകള് യുദ്ധം തുടങ്ങുന്ന സമയത്ത് അവരോടൊപ്പം നിന്നു. അതുകൊണ്ട് എന്താ പറയുക, അഹ്സാബ് യുദ്ധം മനോഹരമായി വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അസർ നിസ്കരിക്കാൻ നിങ്ങൾ നേരെ ബനൂ ഖുറൈലയിലേക്ക് പോകണം എന്നാണ്. അങ്ങനെയാണ് ആ ബനൂ ഖുറൈല യുദ്ധം ഉണ്ട്. അവിടേക്ക് പോവാണ്. അവിടേക്ക് പോയപ്പോ ഇവരെന്താ വെച്ചാൽ എല്ലാവരും പാടെ അവിടെ കോട്ടയിൽ അടച്ചിരുന്നു. ആ കോട്ടയിൽ അടച്ചിരുന്ന സന്ദർഭത്തിൽ അവർ ഉപരോധിച്ചു. 25 ദിവസം ഉപരോധിച്ചിട്ടാണ് അവർ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയിട്ടും എന്താണ്, ഇവരെ ഒറ്റിക്കൊടുത്ത മുഴുവൻ ആ മദീനത്തെ മുഴുവൻ കുട്ടികളെയും സ്ത്രീകളെയും മുഴുവനും കൊന്നൊടുക്കാവുന്ന ഒരു മാരകമായ യുദ്ധത്തിന് ശത്രുക്കളോടൊപ്പം നിന്നുകൊടുത്ത ആളുകളെ ശിക്ഷ നടപ്പിലാക്കിയതാണ് ആ വധം. ആ ശിക്ഷ നടപ്പിലാക്കിയത് ആരാരെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവരെ കാര്യത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പെടും. അവര് പറയാണ്, ജൂതന്മാർ പറഞ്ഞ മധ്യസ്ഥനാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. പ്രവാചകനും അദ്ദേഹത്തിന്റെ മധ്യസ്ഥത സ്വീകരിക്കാൻ സമ്മതിച്ചു. എന്താ മധ്യസ്ഥത കാര്യങ്ങള്? ജൂതന്മാരുടെ വേദഗ്രന്ഥ പ്രകാരമുള്ള ശിക്ഷയാണ് അവർക്ക് നൽകിയത്. ഇസ്ലാമിന് അതിലൊരു പങ്കുമില്ല. ഇസ്ലാമിന്റെ പേര് അത് പറയാനും പറ്റില്ല. എന്തായിരുന്നു? രാജ്യദ്രോഹം ചെയ്യുന്ന, ഒറ്റിക്കൊടുക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ആ യോദ്ധാക്കൾക്ക് വധമാണ് ശിക്ഷ. അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രായപൂർത്തിയായ ആളുകളെ വധിക്കണമെന്നാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വിധിച്ച വിധി. ആ വിധി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. കാരണം എന്താ, വിധികർത്താവായി നിശ്ചയിച്ച ആള് മധ്യസ്ഥൻ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കണം എന്നാണ്. അതാണ്. എന്നാൽ അതേ സമയത്ത് എന്ത് ചെയ്തു, ആ വധശിക്ഷയിൽ നിന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. സഹോദരങ്ങളെ, ആ തീരുമാനത്തെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധ ക്രൂരതയായിക്കൊണ്ട് പറയപ്പെടുന്നത്. ഈ ചരിത്രങ്ങളോ പശ്ചാത്തലങ്ങളോ ആരെങ്കിലും ഈ സന്ദർഭത്തിൽ പറയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് ഖുർആൻ പറയുന്നുണ്ട് ഈ രംഗം. ആ കോട്ടകളിൽ നിന്ന് വേദക്കാരായ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്തു, പുറത്തേക്ക് കൊണ്ടുവന്നു. അവർ ഉപരോധിച്ച് മുസ്ലിങ്ങൾ പുറത്തു കൊണ്ടുവന്നാണ്. അവിടെ മനസ്സിൽ നിങ്ങൾ ഭയമിട്ടുകൊടുത്തു. ഫരീഖൻ തഖ്തുലൂൻ വതഅ്സിറൂന ഫരീഖ. ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ കൊലപ്പെടുത്തി, ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ ബന്ധനസ്ഥരാക്കി എന്ന് ഖുർആൻ പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഞാൻ ഇത്തരം ചരിത്രത്തിലുള്ള സംഭവങ്ങളെ എടുത്തു വെച്ചിട്ടാണ് സത്യത്തിൽ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉന്നയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയാൻ കാരണം, ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങളെ ചരിത്രത്തിൽ നടത്തിയെടുത്തിട്ടോ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ ചരിത്രപരമായ വസ്തുതകളെ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഏത് കാര്യത്തിൽ ഇവരുണ്ടാക്കുന്ന ഏത് ആശയക്കുഴപ്പങ്ങൾക്കും മറുപടി പറയാൻ നമുക്ക് സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെക്കുറിച്ചാണ് സൂറത്ത് ഹിജ്റിൽ പറഞ്ഞത്, അല്ലദീന ജഅലുൽ ഖുർആന അലി. ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഖുർആനെ പല ഖണ്ഡങ്ങളാക്കിയതാണ്. ഇത് ഖുർആൻ ചില ആൾക്കാർ പറഞ്ഞത് സ്മാരണമാണെന്ന് പറഞ്ഞു, അത് കവിതയാണെന്ന് പറഞ്ഞു, അത് മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് പറഞ്ഞു, എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞു. ആ ആരോപണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഇത്തരം ആരോപണങ്ങൾ ഈ സത്യമതത്തിനെതിരെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവരെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, ഈ ഒരു വാക്കും വെറുതെ ആവൂല. ഈ ആരോപണങ്ങളും അന്യായമായി ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഈ സംഗതികളൊക്കെ പറയുന്ന ആളുകളും അതിനെ അനുകൂലിക്കുന്ന ആളുകളും അതിനെ ലൈക്ക് ചെയ്യുന്ന ആളുകളും അതിനെ കമന്റ് ചെയ്യുന്ന ആളുകളും ഒക്കെ അള്ളാഹുവിന്റെ കണക്കിൽ കൃത്യമായിട്ട് അമ്മാഖാനു യഅലമൂൻ, അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവരറിയുന്നുണ്ട്. അതുകൊണ്ട് ഫസ്തഅ്ബിമാ തുഅ്മർ, നിന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം എന്താണോ ഇസ്ലാം, അത് നീ പരസ്യമായി ഉറക്കെ പറയുക. നീ ഇസ്ലാമിന്റെ ആശയങ്ങളെ ആദർശങ്ങളെ നീ ഉറക്കെ പറഞ്ഞോന്നാണ്. അങ്ങനെ ഉറക്കെ പറയുമ്പോൾ എന്ത് നിനക്ക് പറ്റിയാലും ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, ഈ പരിഹസിക്കുന്ന ആളുകളെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവർക്ക് ഞാൻ മതി എന്നാണ് അള്ളാഹു പറഞ്ഞത്. സുഹൃത്തുക്കൾ, അത് ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച് അന്യായമായി ആക്ഷേപിച്ചവരൊക്കെ മരിക്കടിന് മുമ്പ് അത് അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളൂ. സത്യത്തിൽ ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശികളുടെ പ്രമുഖന്മാരെല്ലാം ഏറ്റവും ശക്തമായി പ്രവാചകനെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച് പരിഹസിച്ച ആൾക്കാരാണ്. അവരൊക്കെ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച് മാരകമായ ശിക്ഷകൾ അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ.
പരിഹസിക്കുന്ന ആളുകൾക്ക് ഞാൻ മദീനാണ്. അല്ലദീന യജ്അലൂന മഅല്ലാഹി ഇലാഹൻ ആഖർ ഫസൗഫ യഅലമൂൻ. അവർ അല്ലാഹുവിനോട് പങ്കു ചേർത്ത ആളുകളാണ്. അവർ ശേഷം മനസ്സിലാക്കിക്കൊള്ളുന്നതാണ്. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറയുന്നത് കേട്ട് നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. അതുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുക, അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. നീ സാഷ്ടാംഗം ചെയ്യുന്നവരിൽ ഉൾപ്പെടുക. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ നീ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ്. നോക്കൂ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഈ യൂട്യൂബർമാരും ഈ ചാനലിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നതിനേക്കാളും ആധികാരികമായി പറയാൻ പറ്റിയ ആളുകൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബർനാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, പൂർവികന്മാരായ പല ചിന്തകന്മാരും ആളുകളും പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ലോകം മുഴുവനായി അധികാരവും ഭരിക്കുവാനുമുള്ള ഒരു അവകാശവും അധികാരവും പ്രവാചകനെ ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ ഈ ലോകം ഏറ്റവും സൗഭാഗ്യകരമായ ഒരു ലോകമാക്കി മാറ്റാൻ പ്രവാചകന് കഴിയുന്ന രാജ്യത്തെ അല്ല സുഹൃത്തുക്കൾ, ഈ ലോകത്തെ തന്നെ. അത്രയും നല്ല ആശയാണ് നബി സല്ലല്ലാഹു കൊണ്ടുവന്നത് എന്ന് ലോകത്തെ നിഷ്പക്ഷരായ ബുദ്ധിമതികൾ വിലയിരുത്തുമ്പോൾ യാതൊരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാത്ത, ജനങ്ങളിൽ സ്വീകാര്യതയുമില്ലാത്ത ആളുകളാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇതിനൊക്കെ ശരിയായ രൂപത്തിൽ അതിനെയൊക്കെ പ്രതിരോധിക്കുവാനും ആ ആശയക്കുഴപ്പങ്ങളെ നീക്കാനുമുള്ള ശരിയായ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവയൊക്കെ ശരിക്കും പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും പ്രതിരോധിക്കുവാനും അതിനെതിരെ പറയാനും അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും സഹോദരങ്ങളെ, സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറകൾ, നമ്മുടെ യുവാക്കളിൽ സത്യത്തിൽ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയൊക്കെ ശക്തമായി ബുദ്ധിപരമായും വൈജ്ഞാനികമായും പ്രതിരോധിക്കാൻ പറ്റുന്ന പ്രതിഭകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ആശാവഹമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ യാതൊരു സംശയമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്തുണ്ടായിരുന്ന വൈജ്ഞാനികമായി പ്രതിരോധിക്കാൻ പറ്റുന്ന ആളുകളോട് പ്രതിരോധത്തിന് ആവശ്യപ്പെട്ട് നമുക്ക് ഹദീസുകൾ കാണാൻ പറ്റും. സഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസിലുണ്ട്, ഇഹ്ജു ഖുറൈശൻ. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി പറയാണ്, ഇഹ്ജു ഖുറൈശൻ, ഖുറൈശികളെ നീ ആക്ഷേപിക്കുക. ഇഹ്ജു എന്ന് പറഞ്ഞാൽ എന്താ? ഹിജാ അല്ലെങ്കിൽ ഹജാ എന്ന് പറഞ്ഞ ആക്ഷേപമാണ്. അതായത് അവരിങ്ങോട്ട് ആക്ഷേപിക്കുമ്പോൾ തിരിച്ച് അവരെയും നിങ്ങൾ ആക്ഷേപിക്കുക. ഫഇന്നഹു അശദ്ദു അലൈഹ മിൻ നൽഹിം ബിൻ നബിൽ. ഒരു അമ്പ് കൊണ്ട് കുത്തേക്കിനേക്കാളും അവർക്ക് വേദന ഉണ്ടാവും അതിന് ശരിക്കും മറുപടി കിട്ടിയാലെന്നാണ് അവര് പറയുന്നത്. ശരിക്കും മറുപടി കിട്ടുകയാണെങ്കിൽ ഒരു അമ്പ് കൊണ്ട് കുത്തേൽക്കുന്നതിനേക്കാളും. അപ്പൊ അങ്ങനെ ഖുറൈശികൾ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് സമ്മതിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖുറൈശികൾ എങ്ങനെ നീ ആക്ഷേപിക്കുക? ഞാൻ അവരിൽപ്പെട്ട ആളല്ലേ. അപ്പൊ ഖുറൈശികളെ നീ ആക്ഷേപിക്കുമ്പോൾ ഞാനും എന്ത് ചെയ്യും? ആക്ഷേപിക്കപ്പെടുന്നവരിൽ പെടൂലേ എന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്താ വെച്ചാൽ, മാവിൽ നിന്നും മുടി വലിച്ചെടുക്കുന്ന പോലെ താങ്കളെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ആ ആക്ഷേപങ്ങൾ പറയുന്നതാണ്. മാവിൽ നിന്ന് മുടി മാറ്റിയെടുക്കുമ്പോൾ ആ മുടി മാത്രമേ പോരുള്ളൂ, വേറൊന്നും പോരൂല. അതുപോലെ താങ്കളെ ഞാൻ എന്ത് ചെയ്യും? പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, വളരെ അവർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള മറുപടികൾ പറയാൻ പ്രാപ്തരായ ആളുകൾ അന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഇന്നത്തെ പുതിയ തലമുറയിലും സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഇടപെടാൻ പറ്റുന്ന, ഓരോ വാക്കുകൾക്കും അക്കമിട്ട് മറുപടി പറയാൻ പറ്റുന്ന, അതേ ശൈലിയിൽ മറുപടി പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായി വരുന്നുള്ള ഏറ്റവും പ്രധാനമാണ്. അത്തരം ആളുകളുടെ പ്രതിരോധങ്ങളെയും വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിലില്ല. നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റൂലെങ്കിലും അതിനെ പിന്തുണക്കാനെങ്കിലും നമുക്ക് പറ്റും. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക പ്രബോധനം എന്നത് ഇതുതന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്ലാമിനെ കൂടുതൽ വ്യക്തതയോടുകൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ദീനിനെ ആധികാരികമായി പഠിക്കുകയും അതിനെ പ്രതിനിധീകരിക്കുകയും സംശയങ്ങളില്ലാതെ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, നിന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ദീനിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നീ തകർക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺകുർമ്മ പ്രദാനം ചെയ്യണമേ നാഥ.
ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.